തന്നെ ആയിരിക്കും ഒരു വേദി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ടൗൺ ഹാളിൽ ഒരുപാട് വ്യത്യസ്തമായ പ്രോഗ്രാംസുകൾ നടക്കുന്നൊരു വേദിയാണ്. റഫീനൈറ്റ് മാത്രം നടക്കാറുണ്ട്, കിഷോർജിയുടെ പാട്ടുകൾ മാത്രം നടക്കാറുണ്ട്, മുകേഷ് ജിയുടെ പാട്ടുകൾ നടക്കാറുണ്ട്, ചിത്രചേച്ചിയുടെ പാട്ടുകൾ, അങ്ങനെ എല്ലാ പാട്ടുകളും. എന്നാൽ ഇന്ന് ഇവിടെ ഒരുപാട് നല്ല മാപ്പിളപ്പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള വളരെ ഗംഭീരമായ ഒരു സംഗീത വിരുന്നാണ് അമീർ കാലിക്കറ്റ് നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കുന്നത്. അപ്പോൾ മലബാർ മാപ്പിള കലാ അക്കാദമി നമുക്ക് വേണ്ടി അമീർ കാലിക്കറ്റിലൂടെ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. സന്തോഷം. വീണ്ടും നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഷഹജ മലപ്പുറത്തിനെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തി. ആ ഒരു സമയത്ത് വമ്പുറ്റ ഹംസ ഇവിടെ പാടുമ്പോൾ താണ്ടിരിക്കുന്ന മുന്നിലിരിക്കുന്ന ഉമ്മ ഷഹജയോടൊപ്പം പാടുകയായിരുന്നു. ഞാനിവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇനി ഇവിടെ എല്ലാവർക്കും ഒപ്പം പാടാൻ പറ്റുന്ന മറ്റൊരു റംലത്തയുടെ പാട്ടുമായിട്ടാണ് ഷഹജ വീണ്ടും വേദിയിലേക്ക് എത്തുന്നത്. നല്ലൊരു കൈ നൽകിക്കൊണ്ട് ഷഹജ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം. നിങ്ങൾ കണ്ടിരുന്നില്ലേ? പിന്നെ ഞാനേ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വമ്പുറ്റ ഹംസ പാടുമ്പോൾ കൂടെ പാടുകയായിരുന്നു. ഷഹജ നമ്മൾ കാണണ്ടെന്ന് വിചാരിക്കുന്ന സാധനമൊക്കെ ഇയാൾ കാണും. പക്ഷെ അത് നല്ലതാണ്. ഷഹജ ഒരുപാട് പഴയ ചുവപ്പ് അതെ അത് ലാസ്റ്റ് പറയാൻ തിരിച്ചേരി. അത് അമീറിൻ്റെ ലാസ്റ്റ് പറയാൻ തിരിച്ചായിരുന്നു. ഷഹജ ഒരുപാട് പഴയ മാപ്പിളപ്പാട്ടുകൾ ഇന്ന് ഒരുപാട് പുതിയ വേർഷനിലൂടെ പാടിയിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഷഹജയുടെ ആ ഒരു ഇൻസ്റ്റാ പേജ് ഷഹജ മലപ്പുറം അടിച്ചാൽ കേൾക്കാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള 1-2 പാട്ടുകളൊക്കെ പ്രിയപ്പെട്ടവർക്ക് പാടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റംലത്തയുടെ പാട്ടിലേക്ക് പോവാം. ഓക്കെ, കുറച്ച് മില്യൺ വ്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വേർഷൻ പാടിയിട്ട് നമുക്ക് റംലത്തയുടെ സോങ്ങിലേക്ക് പോകാം. അറിയാവുന്നവരൊക്കെ കൂടെ ജോയിൻ ചെയ്ത് നമ്മുടെ പ്രോഗ്രാമാണ്, നമ്മുടെ അമീർ കാലിക്കറ്റ് നടത്തുന്ന പരിപാടിയാണെങ്കിൽ കൂടിയിട്ട് ഇതിൻ്റെ പിന്നണിയിൽ അതിന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കൂടിയിട്ട് ഇത് നമ്മുടെ പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക, അറിയാവുന്ന പാട്ടുകളൊക്കെ കൂടെ പാടുക. ഓക്കെ, എനിക്ക് ചെറിയൊരു കയ്യടി തരുമോ? അപ്പോൾ കയ്യടിക്കാൻ അറിയാം. ഓക്കെ. ഒരു നാളിൽ ചെറുപ്പത്തിന്റെ ശരീരത്തിൽ മലരെ യൂസഫ് നബി കൊതിവലുതായി പാഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ. ഒരു നാളിൽ ചെറുപ്പത്തിന്റെ ശരീരത്തിൽ മലരെ യൂസഫ് നബി കൊതിവലുതായി പാഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ.
റംലത്തയുടെ സോങ്ങാണ്. പാടട്ടെ? നിങ്ങൾ സ്വകാര്യം കഴിഞ്ഞോ? സ്വകാര്യം പറച്ചിൽ കഴിഞ്ഞോ? നല്ല പാട്ടാന്ന് പറഞ്ഞതാ. അതൊക്കെ സ്വകാര്യമല്ല പറയണ്ടേ, ഉറക്കെ പറയണം. അങ്ങനല്ലേ നമുക്കൊരു എനർജി കിട്ടുക. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സോങ്. ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്ന്, കുറച്ചും കൂടെ ഗാംഭീര്യത്തിൽ പാടുകയാണെങ്കിൽ, ഈരൈദേശം മെലിഞ്ഞൊരു കിഴവന് സലാമായി ചൊന്നേ. മ്യൂസിക് കൂടി ഉണ്ടായ ഒന്നുകൂടെ രസമായിരിക്കും അല്ലേ? പോ. നിങ്ങളുടെ ഈ ഒരു കയ്യടി താളം കൂടി ഉണ്ടായാൽ അതിഗംഭീരമായിരിക്കും. ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്ന്, ഈരൈദേശം മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്ന്, ഈരൈദേശം മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ചൊന്നവർ വന്നവർ തരവേറ്റി എന്നുടയൻ പൊതിയെന്ന് ചൊച്ചാറ്റി, ഉന്നിട കിഴവുകൾ പോറ്റി പോറ്റിടൈ പരിതപക്രിയമുടെ ഹബീബുല്ലാവേ. പോരീഷ കടലുട ദിനകരം റസൂലുള്ളാവേ. അല്ലാഹൻ തിരുഹുപ്പൊളി താജ മല്ലിയാലൂണ്ടനെ കേട്ടുവൻ താജ, നല്ല സിരി മുഖം കത്തും സിറാജ. അല്ലാഹൻ തിരുഹുപ്പൊളി താജ മല്ലിയാലൂണ്ടനെ കേട്ടുവൻ താജ, നല്ല സിരി മുഖം കത്തും സിറാജ. സിറാജവൻ മലയുടെ മലപ്പുറം ഷഹാദ് കണ്ട്, വളരുക കൊണ്ടേ. അല്ലാഹൻ തിരുഹുപ്പൊളി താജ മല്ലിയാലൂണ്ടനെ കേട്ടുവൻ താജ, നല്ല സിരി മുഖം കത്തും സിറാജ. സിറാജവൻ മലയുടെ മലപ്പുറം ഷഹാദ് കണ്ട്, തീര കൊടുതരി പെടുകണ വളരുക കൊണ്ടേ. കൊണ്ടുമയൊരു പുറം കുളമത് വേണം, മുണ്ടുമ കിണറത് വളുപ്പുകം സ്ഥാനം, തെങ്ങയിൽ പുരുഷനും ഉള്ളവർ മാനം. കൊണ്ടുമയൊരു പുറം കുളമത് വേണോ, മുണ്ടുമ കിണറത് വളുപ്പുകം സ്ഥാനം, തെങ്ങയിൽ പുരുഷനും ഉള്ളവർ മാനം. മാനിമ്പ തനിമണി മണിമുടൻ പശു വേണോ നേ, അതലൊത്ത് പുറതിനെ ഇണയാക്കി തരുവിൻ പൊന്നേ. കൊണ്ടുമയൊരു പുറം കുളമത് വേണം, മുണ്ടുമ കിണറത് വളുപ്പുകം സ്ഥാനം, തെങ്ങിയിൽ പുരുഷനും ഉള്ളവർ മാനം. മാനിമ്പ തനിമുട മണിമുടൻ പശു വേണോ നേ, മതലൊത്ത് പുറതിനെ ഇണയാക്കി തരുവിൻ പൊന്നേ.
ചാറ്റി മുന്നിടയാക്കിയ പമ്പുകൾ പോറ്റി പോറ്റിടൈ പർവ്വതപ്രിയമുടെ ഹബീബുല്ലാവേ പോലീഷ് കടലുടെ ദിനകരം റസൂലുള്ളാവേ ഇരുലോകം ജയമണി നബിയുള്ള തിരുമുമ്പന്തേ ഈ ദേശം മെലിഞ്ഞൊരു കിളവനും സലാമായി ചൊന്നേ ഇരുലോകം ജയമണി നബിയുള്ള തിരുമുമ്പന്തേ ഈ ദേശം മെലിഞ്ഞൊരു കിളവനും സലാമായി ചൊന്നേ. ഭവിഷേട്ടൻ്റെ പ്രകടനം കണ്ടിട്ട് ഒരാൾ എന്നോട് വിളിച്ചിറങ്ങി അദ്ദേഹം തബല കുറേ കൊണ്ടുവന്നിട്ടുണ്ട് ചോദിച്ചത് അതിപ്പോൾ തന്നെ അടിച്ചു പൊട്ടിക്കുന്നത് തോന്നുന്നു. അടിപൊളി. നേരത്തെ ഓർക്കസ്ട്ര ടീമിനെ ഞാൻ പരിചയപ്പെടുത്തി. പട്ടുറുമാലിൻ്റെ പ്രിയപ്പെട്ട ഭവിഷേട്ടന് തബല, അതുപോലെ തന്നെ ഡ്രമ്മർ ജിനേഷ്, അതുപോലെ തന്നെ നമ്മൾപ്പെട്ട ഗസൽ ഋതുംപേട്ടിൽ ഗസൽ, അതുപോലെ തന്നെ കീബോർഡ് ഡാനിഷിനെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഈ ഡാനിഷിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മുഖം കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഈ മുഖം കാണാത്തത്. കഴിഞ്ഞ ഇലക്ഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനിൽ ഒരു വിവാദമായൊരു പാട്ടുണ്ടായിരുന്നു. അതാര് പാട്ട് എന്ത് പാട്ടൊന്നും ഞാൻ പറയുന്നില്ല. ആ പാട്ട് പാടിയ വ്യക്തിയാണ് നിൽക്കുന്ന ഡാനിഷ്. ഓക്കെ ഡാനിഷ്, സത്യം പറഞ്ഞാൽ സൗണ്ട് സിസ്റ്റം ഒന്നും പറയാനില്ല. ജാസ് സൗണ്ട് നല്ലൊരു കൈയടി കൊടുക്കുക ഗംഭീരമായിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജസീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് തരുന്ന ഒരാൾ, നല്ല പാട്ടുകാരനാണ്. റഫീൻ്റെ പാട്ടുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് പാടുന്ന പ്രിയപ്പെട്ട പാട്ടുകാരനാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കും രണ്ടുപേര് പാടാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർ പാടാൻ സമ്മതിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സോങ്ങിലേക്ക് നമ്മൾ പോകുന്നു.